السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الصاخرين. أو تقول لو أن الله هداني لكنت من المتقين. أو تقول حين ترى العذاب أن لي كرة فأكون من المحسنين. بلى قد جاءتك آياتي واستكبرت وكنت من الكافرين. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശിരസ്സ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ആരോഗ്യത്തോടു കൂടി ഉള്ള ദീർഘായുസ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗീയമായി നൽകുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂലോകത്ത് ജീവിക്കുന്ന അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം വളരെ സുപ്രധാനമായ കാര്യമാണ്. ആരോഗ്യം ഇല്ലാതെയാകുമ്പോഴേ ആരോഗ്യത്തിന് വില അറിയുകയുള്ളൂ. എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് റബ്ബുമായി അടുക്കാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ്. ആരോഗ്യവും അതോടൊപ്പം തന്നെ സമയവുമുള്ള സമയത്ത് റബ്ബിനോടടുത്ത് ജീവിച്ചാൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു ഇടപെടും. നമുക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ നമ്മൾ ഉള്ള സമയം, അള്ളാഹു നൽകിയ സമയം, ആരോഗ്യത്തോടു കൂടി നൽകിയ സമയം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 58 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. അതിൽ അള്ളാഹു പറയുന്നു, ആയുസ്സും ആരോഗ്യവും ഉപയോഗപ്പെടുത്താത്ത ആളുകളുടെ വിലാപം. അതാണ് ആ ഓതി വെച്ച ആയത്ത്. അള്ളാഹു നൽകിയ ആരോഗ്യവും അള്ളാഹു നൽകിയ സൗകര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത ആളുകളുടെ വിലാപരംഗങ്ങൾ ഖുർആൻ പറയുകയാണ്. ഒന്നാമത്തെ വിലാപരംഗം അള്ളാഹു പറയുന്നു,
വത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ അള്ളാഹു നൽകിയ നിങ്ങളുടെ ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ വത്തബിഉ നിങ്ങൾ പിന്തുടരണം, മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനെ ആരോഗ്യമുള്ള സമയത്ത് പിന്തുടരണം. മിൻ ഖബ്ലി അൻ യഅ്തിയകുമുൽ അദാബ്, നിങ്ങൾക്ക് മരണമെന്ന ശിക്ഷ വരുന്നതിന് മുമ്പ്. അതെങ്ങനെ? ബഗ്തത്തൻ, പെട്ടെന്ന്. അതെങ്ങനെ? വ അൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത്, ചിന്തിക്ക പോലും ഇല്ലാത്ത സമയത്ത് മരണം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം നൽകിയ സമയം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയാണ്. അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളുടെ വിലാപം. അൻ തഖൂല നഫ്സുൻ, ഓരോ മനുഷ്യനും പറയും. എന്ത്? യാ ഹസ്രത്ത, എൻ്റെ സങ്കടമേ, അലാമ ഫറത്തു ഫി ജംബില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്ര സമയമാണ് ഞാൻ ഉപയോഗിക്കാണ്ട് നഷ്ടപ്പെടുത്തിയത് പടച്ചോനെ എന്ന് വിലപിക്കുന്നൊരു ഘട്ടമുണ്ട്. ഒരുപാട് അവസരം കിട്ടി, നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന നന്മ നിറഞ്ഞ ഒരുപാട് നന്മകൾ അള്ളാഹു പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച നന്മകളിലൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു മയ്യത്ത് നമസ്കാരം ഉണ്ടെങ്കിൽ പോകൂല, ഒരു നമസ്കാര ശേഷം തസ്ബീഹും തഹ്ലീലും തക്ബീറും നിർവഹിക്കൂല, ഒരു രോഗികളെ കാണാൻ പോകില്ല, ഇതിനൊന്നും സമയം ഉപയോഗിക്കൂല. രോഗിയായപ്പോഴാണ് എനിക്കൊന്ന് പോണ്ടീനി ഓൻ്റെ അടുത്ത്, ഓന് സുഖമില്ലാത്തോട്ടൊന്ന് പോകണം. അതാരാ? ഓനക്ക് ഒറ്റക്ക് പോകാൻ വയ്യ. ഒറ്റക്ക് പോകാൻ കഴിയുന്ന കാലത്തോ ഒരു രോഗിനെ കാണാൻ പോവുകയോ? അതായത് റസൂലുള്ള പറഞ്ഞില്ലേ, ഒരു രോഗിൻ്റെ അടുത്ത് പോയാൽ അവൻ അവിടുന്ന് മടങ്ങുന്നത് വരെയുള്ള സമയം അള്ളാഹു അവനെ സ്വർഗത്തിൽ നിർത്തും. അത്ര പ്രതിയുള്ള കാര്യമാണ്. ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു, ആ മയ്യത്ത് മറമാടുന്നത് വരെ മയ്യത്തിൻ്റെ കൂടെ നിന്നാൽ 2 മലകളുടെ അത്ര പ്രതിഫലം അള്ളാഹു നൽകും. ഇതിനൊന്നും പോകാറില്ല. എപ്പോൾ? ആരോഗ്യമുള്ള സമയത്ത്. നമ്മളാരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ, വാപ്പേ പെങ്ങളോ ഉമ്മേ അങ്ങനത്തെ ആരെയും മരിച്ചാൽ കൂടെ പോകുന്നല്ലാണ്ട് നാട്ടിലാരും മരിച്ചാലും പോകില്ല. അതാണ് ഇവിടെ പറയുന്നത്. അൻ തഖൂല നഫ്സുൻ, ഓരോ മനുഷ്യനും പറയാതിരിക്കാൻ അവസരമില്ലാതിരിക്കട്ടെ. യാ ഹസ്രത്ത, എൻ്റെ സങ്കടമേ, അലാമ ഫറത്തു ഫി ജംബില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്ര നന്മകളാണ് ഞാൻ ഉപേക്ഷിച്ചത് എന്ന് മാത്രമല്ല, വഇൻ കുൻതു ലമിന സാഹിരീൻ, എന്തായി? പരിഹസിക്കുന്നവരുടെ കൂടെ ആവുകയിച്ചു. എന്ത് മരണം, ആര് മരിച്ചു, എന്തിനാ മയ്യസ്കരിക്കണമൊക്കെ, എന്തിനാ മറമാടുന്നത്, എന്തിനാ തസ്ബീത്ത്, ഒക്കെ പുച്ഛ. അങ്ങനത്തെ ആൾക്കാരൊക്കെ കേട്ടില്ലേ? എന്ത് നിസ്കാരം, ഓൻ്റെ ഒക്കെ കഴിഞ്ഞില്ലേ, ഓൻ പോയില്ലേ, പിന്നെന്ത് നമ്മൾ നിസ്കരിച്ചെന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയും ചെയ്യും. ഓൻ്റെ സങ്കടമാണ്, ഒരു വിലാപം. അതെപ്പോഴാ? അള്ളാഹു കൊടുത്ത ആരോഗ്യം മുഴുവനും തനിക്ക് തോന്നിയതുപോലെ ഉപയോഗിച്ചു. ഇനി അല്ല വീണ്ടും പറയാം ഓൻ്റെ വിലാപം. ഏത്? ആയുസ്സും ആരോഗ്യവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവരുടെ രണ്ടാമത്തെ വിലാപം. ഔ തഖൂല, അല്ലെങ്കിൽ അവൻ പറയാതിരിക്കാൻ അവസരം വരട്ടെ, ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ, പരിഹസിച്ചുകൊണ്ട് പറയാൻ, അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരുന്നെങ്കിൽ ഞാൻ മുത്തഖിയാവുമായിരുന്നില്ലേ. ഇവൻ്റെ മരണവേളയിൽ ഇവൻ പറയാം, ഇതൊക്കെ അള്ളാഹു നേരത്തെ മുൻകൂട്ടി അറിയിക്കാൻ, ഇതൊക്കെ വിലാപങ്ങളാണ്. ഔ തഖൂല ഹീന തറൽ അദാബ്, അല്ലെങ്കിൽ അവൻ പറയും, എന്ത്? ഹീന തറൽ അദാബ്, നരകശിക്ഷ കാണുമ്പോൾ, അന്നലി ഖറത്തൻ ഫാക്കൂന മിനൽ മൂസിനീൻ, ആ നരകം അവൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയപ്പോഴാണ് പറയുന്നത്. അടുത്ത വിലാപം, പടച്ചോനെ അന്നലി ഖറ, ദുനിയാവിലേക്ക് തന്നെ ഒരു മടക്കവും കൂടി ഇവിടുന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്താവും? ഞാൻ ലകുൻതു മിനൽ മൂസിനീൻ ഫഅകൂന മിനൽ മൂസിനീൻ, ഞാൻ നിഷ്കളങ്കനായി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസനായി ജീവിക്കും. ഇതെവിടുന്നാണ് വിലപിച്ചത്? നരകത്തിന് മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് അല്ലേ? കാര്യമുണ്ടോ? മരിക്കാൻ നേരത്തെ എന്ത് പറഞ്ഞു പടച്ചോനോട്? ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗത്ത്, മരണം വന്നപ്പോഴോ കാല അവൻ പറഞ്ഞു, റബ്ബി ർജൂനി, പടച്ചോനെ മരിപ്പിക്കല്ല, ഒരല്പസമയം, ഒരല്പസമയം, റബ്ബി ർജൂനി, ഒന്ന് മടക്കിത്ത. എന്തിനാ? കച്ചവടം പുരോഗമിക്കാനല്ല, കമ്പനി നടത്താനല്ല, മക്കളെ പഠിപ്പിക്കാൻ കൊണ്ടുപോകാനല്ല, അവരെ ചേർക്കാനല്ല, അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനല്ല. പിന്നെ എന്തിനാ? എനിക്കിപ്പോൾ ഒരു ചെറിയ സമയം വേണം പടച്ചവന്. എന്തിനാ? ലഅല്ലി അഅ്മലു സാലിഹൻ, പടച്ചവനെ നീ തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നിനക്കിഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്യാൻ ഒരല്പസമയം.
മരണത്തിന് തൊട്ട് മുമ്പ് അവൻ്റെ ചോദ്യം അള്ളാഹിനോട്. അങ്ങനെ ചോദിച്ച ആളുകളിൽ ഒരാളാണ് ഫിറോൻ, അല്ലേ? ഫിറോൻ അവസാന നിമിഷം അവനെ അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്ന സമയത്ത് അവൻ എന്ത് പറഞ്ഞു? അതുവരെ അള്ളാഹിനെ നിശ്ചയിച്ചു, അള്ളാഹിനെ എതിർത്തു. അവസാനം ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്ന സമയത്ത് അവൻ പറഞ്ഞു എന്ത്? പടച്ചോനെ, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആരില്? ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു ഇല്ലാതെ ഇലാഹില്ല എന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹ് എന്താ പറഞ്ഞത്? കാര്യമില്ല. മരണത്തിൻ്റെ വേളയിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു നിലവാരമുണ്ടാവില്ല. അതൊക്കെ വിലാപങ്ങളാണ്. അത് നമ്മൾ ആര് വിലപിച്ചാലും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഹത്താ ഇദാ ജാ അഹദമുൽ മൗത്ത്, അവർക്ക് മരണം ആസന്നമാകുമ്പോൾ കാല അവർ പറയും റബ്ബി ഇർജിഊനി, ഒന്ന് മടക്കിത്തരണേ ദുനിയാവിലേക്ക്. എന്തിനാ? ലഅല്ലി, അത്രയും കാലം ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് അല്ലാഹ് കൊടുത്തു, ഒരുപാട് കാലം ജീവിപ്പിച്ചു. എന്നിട്ടൊന്നും ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഇവൻ മരണത്തിന്റെ വേളയിൽ അള്ളാഹിനോട് ചോദിക്കുക ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, വിട്ടുപോയ എല്ലാ കാര്യങ്ങൾക്കും എത്രയാണോ ഞാൻ സൽക്കർമ്മങ്ങൾ വിട്ടുകളഞ്ഞത്, എത്ര ഇസ്തിഗ്ഫാറാണോ, എത്ര തസ്ബീഹുകളാണോ, എത്ര തഹ്മീദുകളാണോ, എത്ര തഹ്ലീലുകളാണോ, എത്ര നന്മകളാണോ, എത്ര മയ്യിത്ത് നമസ്കാരാണോ, എല്ലാം ഉപേക്ഷിച്ചു. അതൊക്കെ ഞാൻ ഇനി ചെയ്തോളാം പടച്ചോനെ, ഒന്ന് അല്പം തരണം. അപ്പം അള്ളാഹിൻ്റെ മറുപടിയോ കല്ല, നടക്കൂല മോനെ. മരിക്കുന്നവനോട് അല്ല പറയാ. പിന്നെന്താ? ഇന്നഹാ കലിമത്തുൻ, അത് നിന്റെ ഒരു വർത്താനം മാത്രമാണ്. അങ്ങനെ നീ പലപ്പോഴും കുടുങ്ങിയപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, മരിക്കുന്നതിന് മുമ്പും പറഞ്ഞില്ലേ? നമ്മൾ നല്ലൊരു കുടുക്ക് പോയി പെട്ടാൽ, നല്ലൊരു രോഗത്തിൽ പോയി പെട്ടാൽ, പടച്ചോനെ ഈ രോഗം മാറിയാൽ എൻ്റെ ജീവിതം നിനക്കുള്ളതാണ് പറഞ്ഞില്ലേ? എന്നിട്ട് ജീവിതം കൊടുത്തോ? ഇല്ല. രോഗം അല്ലാഹു മാറ്റി തന്നു. എന്നിട്ടോ വീണ്ടും തെമ്മാടിയായി, തോന്നിവാസിയായി. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ടല്ലേ? അതുവരെ രോഗം നല്ല കടുത്ത മൂർധന്യ ദശയിലേക്ക് എത്തിയപ്പോൾ പടച്ചോനെ ഈ രോഗമൊന്നും മാറ്റി തന്നാമേ, വേറെ എനിക്കൊന്നും വേണ്ട, ഇനിയുള്ള ജീവിതം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. നിനക്ക് വേണ്ടി ജീവിക്കാറുണ്ടാ? ഇത് അള്ളാന്റെ ദീനിന് വേണ്ടി ഏത് നിലക്കും എൻ്റെ ശരീരവും എൻ്റെ രക്തവും എൻ്റെ മാംസവും എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം പടച്ചവനെ നിനക്ക് നൽകാം. കൊടുത്തോ? ഇല്ല. അത് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ കല്ല, ആ വർത്താനം കൊണ്ട് പറയണ്ട. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, ആ വാക്ക് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നടക്കൂല. പിന്നെന്താ? അന്റെ ടൈം കഴിഞ്ഞു. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വമിൻ വറാഇഹിം, നിന്റെ പിന്നിലുണ്ട് ബർസഖ്, ഒരു ഖബറിടം, ഒരു ബർസഖ്, ബർസഖുൽ-ആലം. അതിലേക്ക് നീ കടന്നു, ഇനി രക്ഷല്ല. നിന്റെ അവസാന നിമിഷം എണ്ണി, അത് ഇനി എപ്പോഴാ എൻ്റെ ആ ബർസഖ് മറ നീങ്ങുള്ളൂ? ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാന നാളിൽ മാത്രം. അതുവരെ നീ ഒരു മറയല, ബർസഖിയ ലോകത്ത്. അവിടെ നമ്മൾ ഖബറിടം എന്ന് പറഞ്ഞു. അപ്പം അതുവരെ ചില ആളുകൾ എന്ത് ചെയ്യും? നേരാവില്ല. എന്നാലോ എപ്പോഴും പറയും പടച്ചവനോട് ഞാൻ നന്നായിക്കോളാം, പടച്ചവനെ നന്നായിക്കോളാം കേട്ടോ. എന്നാലോ അല്ല പറയാം, യഥാർത്ഥത്തിൽ കത് ജാഅത്ത് കായാത്തി, നീ നിന്റെ സമയം എങ്ങനെ വിനിയോഗിക്കണം, നീ അള്ളാഹുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നൊക്കെ പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിനക്ക് വന്നു. വസ്തക്ബർത്ത, ആ ആയത്തുകളുടെ നേരെ, ആ ശറയ്യ നിയമത്തിന്റെ നേരെ നീ അഹങ്കരിച്ചു. വസ്തക്ബർത്ത വകുൻത മിനൽ കാഫിരീൻ, നീ നന്ദി കെട്ടവനായി ജീവിച്ചു. ആരോഗ്യമുള്ള കാലം മുഴുവൻ നന്ദി കെട്ടവനായി ജീവിച്ചു. ആണും പെണ്ണും ഒരു ശരീരത്തിന്, എവിടെ ഏത് ശരീരത്തിനാണ് ആരോഗ്യമുള്ളത്, ആ ആരോഗ്യം വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്കെതിരിൽ കളിച്ചിട്ടുണ്ട് അല്ലേ? ആരോഗ്യം പോയപ്പോഴോ കൈ തളർന്നപ്പോൾ ആ കൈ കൊണ്ട് തെറ്റിയതില്ല, കാല് തളർന്നപ്പോൾ ആ കാലുകൊണ്ട് പിന്നെ തെറ്റിയതില്ല. പക്ഷെ ആ കൈയും കാലും ആരോഗ്യം പൂർണ്ണമായി നിന്നപ്പോഴോ ആ കൈയും കാലും ഒക്കെ തെറ്റിയിട്ടുണ്ട് അള്ളാഹ്ക്കെതിരിൽ, അല്ലേ? അല്ലേ? ഓരോരുത്തരും ജീവിതം പരിശോധിക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് അള്ളാഹു പറയാൻ, ഇത്തരം ആളുകളെ അള്ളാഹു മരിച്ച് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവരെ നരകത്തിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നതിനെ പറ്റി സൂറത്തുൽ അഹ്ഖാഫിൽ അള്ളൊരു ആയത്ത് പറയുന്നുണ്ട്. അതെന്താ? വയൗമ യുറലുല്ലദീന കഫറു, ഈ നന്ദി കെട്ട തമ്മാടികളെ അവരല്ലാഹു പരലോകത്ത് നരകത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. അവിടെ കൊണ്ട് നിർത്തും. യൗമ യുറലുല്ലദീന കഫറു അലന്നാർ. എന്നിട്ട് അവരോട് പറയാം, അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ദുനിയ, നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും നിന്റെ സൗഭാഗ്യങ്ങളും എല്ലാം നീ വിനിയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചു? എല്ലാ വിശിഷ്ട സൗകര്യങ്ങളും ഫി ഹയാത്തിക്കും ദുനിയ, നിന്റെ ദുനിയാവിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി. സമയം, ആരോഗ്യം, അതൊക്കെ നീ ദുനിയാവ് നേടാൻ വേണ്ടി ഓടി നടന്നു.
നരകത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടാ പറഞ്ഞത്. വസ്തം തഴുത്തും ബിഹ, വല്ലാത്തൊരു വാക്കാത്. നീ അതുകൊണ്ട് സുഖിച്ച് ആനന്ദിച്ചു, ആഹ്ലാദിച്ചു. നിനക്ക് തന്ന ആരോഗ്യം കൊണ്ട് നീ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് നീ സുഖിച്ചു. വസ്തം തഴുത്തും ബിഹ. അതുകൊണ്ട് അല്ലാഹ് പറയാ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന് അതിനുള്ള നിന്ദ്യമായ ശിക്ഷ നിനക്ക് കിട്ടാൻ പോവുക. ഒരു മാറ്റമില്ല. അങ്ങനുണ്ട്. ആരോഗ്യം ഉള്ള സമയത്ത് റബ്ബിനോട് അടുക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്. എന്ത്? നിങ്ങൾക്കും എനിക്കൊക്കെ അള്ളാഹു തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇന്നമിന സആദത്തി, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് തൂലല്ലാബ്ദ്, ഒരു മനുഷ്യന് ദീർഘായുസ് കിട്ടുകയാണുള്ളത്. ദീർഘായുസ് ഒരു മനുഷ്യന് കിട്ടുകയാണുള്ളത് വലിയ സൗഭാഗ്യമാണ്. പക്ഷേ നല്ലോൻക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അല്ലേ ദീർഘായുസ്. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത് ലാ യസീദുൽ മുഅ്മിനു ഉംറഹു, വിശ്വാസിക്ക് അവൻ്റെ ആയുസ് വർദ്ധിക്കും തോറും ഇല്ലാ ഖൈറ, നന്മയല്ലാണ്ട് വർദ്ധിക്കൂല. ലാ യസീദുൽ മുഅ്മിൻ, വിശ്വാസിക്ക് വർദ്ധിക്കൂല ഉംറുഹു, അവൻ്റെ ആയുർദൈർഘ്യം, ഇല്ലാ ഖൈറ, നന്മയല്ലാതെ. ആരോഗ്യത്തോടു കൂടി സുഖമായി ജീവിക്കുമ്പോൾ അള്ളാഹിനോട് അടുക്കണം. ഇപ്പം നമ്മളെ പള്ളിയിലെ നല്ല യുവാക്കൾ, ചുടുചുരുക്കുള്ള യുവാക്കൾ, അവർ യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാറും എല്ലാ നന്മകളിലും ഹംദും തസ്ബീഹും തഹ്ലീലും ഒക്കെ നിർവഹിച്ച് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് എപ്പോഴും ഒരുങ്ങി നിൽക്കണം ആ യുവാക്കൾ. അങ്ങനെ വന്നാലോ അള്ളാഹുവിൻ്റെ റസൂൽ പറയാം തഅറഫ് ഇലല്ലാ ഫിർ റഖാ, സന്തോഷവേളകളിൽ അള്ളാഹുവിനോട് അടുത്ത് ജീവിച്ചോ. എന്നാലോ യഅരിഫ്ക ഫി ശിദ്ദ, നിന്റെ പ്രയാസവേളകളിൽ അള്ളാഹു ഇടപെടും. അങ്ങനെ നീ കഷ്ടപ്പെടുമ്പോൾ നിന്റെ യൗവനം നീ അള്ളാഹ്ക്ക് കൊടുത്താൽ നിന്റെ വാർദ്ധക്യത്തിൽ അള്ളാഹു ഇടപെടും, നിന്നെ കുഴക്കൂല. മനസ്സിലായോ? നിങ്ങൾ എത്ര പ്രായമുള്ള ആളുകളാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾ കിടന്ന് കാട്ടിച്ച് മൂത്തിച്ച് അത് ചുമരുമിലേക്ക് വലിച്ചെറിയാം. എന്നിട്ടോ ഇതൊക്കെ നാളെ വരാനുള്ളതാ, ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കും. നമ്മൾ പറയാം, നബിൻ്റെ പ്രാർത്ഥനയും കൂടി നമ്മൾ ഒന്ന് കേട്ടു നോക്കാം അല്ലേ. അപ്പം അതിൻ്റെ മുമ്പ് റസൂൽ പറയാനുണ്ട്, നിങ്ങൾ മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദി വൽ കർബ്, വളരെ പ്രയാസപ്പെടുന്ന സമയത്ത്, വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചാൽ അൻ യസ്തജീബ അല്ലാഹു ലഹു, അവൻ്റെ പ്രാർത്ഥന അള്ളാഹു. ഇപ്പം നമ്മൾ നല്ലോണം കഷ്ടപ്പെടുമ്പോൾ അള്ളാഹിനോട് ദ്വാരക്കും അല്ലേ, പടച്ചോനെ ഒന്ന് മരിപ്പിച്ചു കൊണ്ട പടച്ചോനെ, എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കൊന്നും നീ എന്നെ ഈ ഭൂമിയിലിട്ട് അവർക്കൊരു ബാധ്യതയാക്കി മാറ്റല്ല പടച്ചോനെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. പക്ഷേ യൗവനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ സമയത്ത് നിങ്ങൾ അള്ളാഹുമായി അടുത്ത് ജീവിച്ചതാണെങ്കിൽ ആ പ്രാർത്ഥന പറയാം. അത്തരം സന്ദർഭങ്ങളിൽ ഫൽ യുക്സിർ അദ്ദുആ ഫിർ റഖാ, ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണോ എങ്കിൽ നിങ്ങളുടെ പ്രയാസവേളയിലെ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കും. അങ്ങനെ നിങ്ങളുടെ പ്രയാസവേളകളിൽ നിങ്ങൾ അള്ളാഹിനോട് അടുക്കും. ആരോഗ്യമില്ലാത്തപ്പോൾ, കാലിന് സുഖമില്ലാത്തപ്പോൾ അല്ലേ, മുറിവ് പറ്റിയാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, കച്ചവടം പൊളിഞ്ഞാൽ, മക്കൾ കേടുവന്നാൽ വളരെ സങ്കടത്തോട് കരഞ്ഞു പറയും. പക്ഷേ ആരോഗ്യമുള്ള കാലത്തോ ആ മക്കളെ കേടുവെത്തിയിൽ നമുക്ക് പങ്കുണ്ട്. നല്ല മക്കൾ അല്ലാഹു തന്നു, നല്ല ആരോഗ്യത്തോടു കൂടി ആരോഗ്യവും തന്നു, അതോടൊപ്പം നല്ല ആയുസ്സും തന്നു. ഇതൊക്കെ കിട്ടിയ ആയുസ് മുഴുവനും, ആരോഗ്യത്തോട് കിട്ടിയ മുഴുവൻ ആരോഗ്യത്തോട്ട് ആയുർദൈർഘ്യവും അള്ളാഹ്ക്കെതില്ല പണിയെടുത്ത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത്, നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് റബ്ബുമായി നിരന്തര ബന്ധം പുലർത്തുകയും ഇസ്തിഗ്ഫാറും നിസ്കാരവും നോമ്പും തഹജ്ജുദും അങ്ങനത്തെ എല്ലാ സൽക്കർമ്മങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ പ്രായമാകുമ്പോൾ കഷ്ടപ്പെടുന്ന സമയത്ത് അള്ളാഹ് പറയാം നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കും. അങ്ങനെ അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദി വൽ കർബ്, വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ, ദുരിതം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് അടുത്ത് ജീവിച്ചാണ്. അങ്ങനെ വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യമുണ്ടാവാൻ വേണ്ടി നബി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം സദാസമയവും. റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അറിയോ?
അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇനാ വ അബ്സാരിനാ വ ഖുവ്വത്തിനാ മാ അഹ്യൈതനാ. പടച്ചോനെ ജീവിച്ചിരിക്കും കാലം അല്ലാഹുമ്മ മത്തിഅനാ, പടച്ചോനെ സുഖം തരണേ, സൗഖ്യം തരണേ, ബി അസ്മായിന കാതുകൾക്ക്. ചുവടിയെ കാണുന്ന പുരയിൽ അങ്ങനെ ഉണ്ടാവും മരണം വരെ. അങ്ങനെ ബി അസ്മായിന വ അബ്സാരിന, കണ്ണിന്റെ കാഴ്ചശക്തി, കേൾവിശക്തി, വ ഖുവ്വത്തിന ആരോഗ്യം, ഇതൊക്കെ സൗഖ്യത്തോടു കൂടി തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. റസൂല പ്രാർത്ഥിക്കാം അങ്ങനെ, അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മായിന. ഒന്നുങ്ങളെ ചുണ്ടെന്ന് എനിക്ക് നോക്കി എന്നാൽ കിട്ടുമല്ലോ. അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മായിന, അസ്മാ എന്ന് പറഞ്ഞാൽ സമ്മ്, വ അബ്സാരിന ബസർ അല്ലേ, നമ്മുടെ കണ്ണുകൾക്ക്, വ ഖുവ്വത്തിന് നമ്മളുടെ ശാരീരികമായ ശക്തി, ഇതൊക്കെ തരണം. ഏതുവരെ? മാ അഹ്യൈതന, പടച്ചോനെ നീ ഞങ്ങളെ ജീവിപ്പിക്കും വരെ, മരിപ്പിക്കുന്നത് വരെ പടച്ചോനെ എൻ്റെ കണ്ണിനും കാതിനും എൻ്റെ ശരീരത്തിനും ആരോഗ്യം നൽകണേ എന്ന് 5 നേരവും റസൂൽ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ്? ആരോഗ്യം ഏറ്റവും വലിയ അനുഗ്രഹീതമായൊരു സമ്പത്താണ്. അത് പോയാണ്ടല്ലോ ആർക്കും വേണ്ടിയില്ല. ഭാര്യൻ്റെ പോയാൽ ഭർത്താവിന് വേണ്ട, ഭർത്താവിന് പോയാൽ ഭാര്യയ്ക്ക് വേണ്ട. നമ്മൾ കാണണല്ലേ. കുറേ നോക്കും, ഒരു 5-8 മാസമൊക്കെ നോക്കും അല്ലേ, അല്ലെ ഒരു 5-8 കൊല്ലം നോക്കും. നമുക്ക് പറയാൻ കഴിയുമോ എത്ര കൊല്ലാക്ക് എടുക്കുക? അപ്പം എന്ത് വേണം? കാഴ്ചശക്തി, കേൾവിശക്തി, ആരോഗ്യം. പടച്ചോനെ അതുകൊണ്ട് നീ എന്നെ സുഖപ്പെടുത്തണേ, സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അറബിയിൽ അറിയില്ലേ, മലയാളത്തിൽ പറഞ്ഞോളി കേട്ടോ. അള്ളാഹിനോട് ദ്വാർക്കാലോ. അങ്ങനെ ദ്വാർക്കുമ്പോഴാണ് എൻ്റെ ആരോഗ്യം എൻ്റെതല്ല, മറ്റെന്താ തോന്നുക അറിയോ? ആരോഗ്യം മുഴുവൻ എൻ്റേതാണ്, അതുകൊണ്ട് അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കും. അങ്ങനെയുള്ള പറയല്ലേ. അല്ല പറയല് മൈ ബോഡി മൈ ചോയ്സ്. ആണും പെണ്ണും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാ അല്ലേ. എൻ്റെ ബോഡി ആർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം, ആരും എന്നെ പഠിപ്പിക്കേണ്ട. ആണല്ലേ. നോക്കി നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇപ്പം നമ്മളെ പുരയിൽ നടക്കുന്ന പെണ്ണുങ്ങൾ, നമ്മളെ ഭാര്യ, ഞാൻ പലരെയും കാണലുണ്ട്, ചുരിദാർ കൊടുത്ത് നിതംബം മുഴുവനും ഉരുട്ടിപ്പിടിച്ചുണ്ടാക്കുക. അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് നിൽക്കണം. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ തേരാപ്പാര അങ്ങാടികളിൽ ആർഭാട വിഭൂഷികളായി നടന്നതുപോലെ നിങ്ങൾ നടക്കരുത്. പെണ്ണുങ്ങൾ ഇപ്പോൾ പുര കുത്തിരിക്കില്ലല്ലോ, ഉണ്ടോ? നമ്മളൊന്നും ഭാര്യമാർ പുര കുത്തിരിക്കില്ല. എന്തെങ്കിലും ഒരു പണിക്ക് പോകണം, ഒന്നുമില്ലെങ്കിൽ മാളിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക്. പുര കുത്തിരിക്കുന്ന പരിപാടി ഇല്ലല്ലോ, ഉണ്ടോ? വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിലൂല. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ ആർഭാട വിഭൂഷികളായി വസ്ത്രം ഉടുത്താലും ഉടുക്കാത്തതുപോലെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ശരീരം വലിച്ചെറിഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. എത്ര കൃത്യമായിട്ട് സൂറത്തുൽ അഹ്സാബിലല്ല പറഞ്ഞില്ലേ. പക്ഷെ നമ്മളെ പെണ്ണുങ്ങളോ, നമ്മളെല്ലാവരും, എൻ്റെ പെണ്ണുങ്ങളാവാം, നിങ്ങളെ പെണ്ണുങ്ങളാവാം, നിൻ്റെ മോളാവാം, നിങ്ങളെ മോളാവാം, എല്ലാവരും ഒരു വല്ലാത്ത 1.5 പോക്ക അല്ലേ. ഒരു മൊബൈൽ കൊണ്ട് വാങ്ങിക്കൊടുത്താൽ പിന്നെ വൃത്തിയായി. പിന്നെ നടക്കുന്നതോ റോട്ടിൽ കൂടെ എന്ന് പോലും അറിയില്ല. ഏത് ആണുങ്ങളും ഏത് വണ്ടി വന്ന് ഓണടിച്ചാലും ഓൾ കേൾക്കൂല. കാരണം അത്രയും മൊബൈലിൻ്റെ മുകളിൽ ഓൾ എന്താ, നിൻ്റെ ബോഡി, നിൻ്റെ മൊബൈൽ, നിൻ്റെ ഇഷ്ടം. എനിക്കാരും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പെൺകുട്ടികൾ പറഞ്ഞെന്താ അറിയോ? ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ പിന്നെ ഇജ്ജത്ത് നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ്. ബാപ്പക്കും ഉമ്മക്കും ഇജ്ജത്ത് ഉണ്ടാവും, അവരുടെ നിലപാടുകളൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ ശരീരം ഞാൻ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിച്ചോളാം. എങ്ങനെയുണ്ട്? ഇതൊക്കെ നരകത്തിലേക്ക് വന്നാൽ അങ്ങനെ ഉണ്ടാവും. അല്ല പറഞ്ഞിട്ടില്ല നിങ്ങൾ, അദ്ഹബ്തും തയ്യിബാത്തിക്കും, വിശിഷ്ടമായ എല്ലാ നിമിഷങ്ങളും നീ ഉപയോഗിച്ചു, വസ്തംതഅ്തും ബിഹ, അതുകൊണ്ട് നീ സുഖിച്ചു അല്ലേ. അള്ളാഹു വീണ്ടും പറഞ്ഞൊരു സൂറത്ത് മുഹമ്മദ് ആയത്തുണ്ട് അല്ലേ. എന്താ പറഞ്ഞറിയോ? അല്ലദീന കഫറു, ഇത്തരം നന്ദി കെട്ട ആണും പെണ്ണും അവരെന്താ, യതമത്തഊൻ, അവരു ആനന്ദിച്ച് ആഹ്ലാദിക്കുകയാണ്. തമത്താന്ന സുഖിക്കുകയാണ്. ജീവിതം സുഖിക്കാനുള്ള, അതാണ് പോലെ മുദ്രാവാക്യം. ജീവിതം സുഖിക്കാനുള്ളതാ. ഒറ്റ ജീവിതമുള്ളൂ, അത് സുഖിച്ചാൽ കിട്ടി. ആ കിട്ടിക്കോ, സുഖിച്ചോ. എന്ത് കിട്ടി സുഖിച്ചോൽക്ക്?
ശരീരം മുഴുവനും വടിവത്ത ശരീരം മുഴുവൻ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് എനിക്ക് പ്രായമായപ്പോൾ എന്ത് നേടി? ഇപ്പം നമ്മൾ കാണില്ലേ സിനിമ ആർട്ടിസ്റ്റുകളെയും സീരിയൽ ആർട്ടിസ്റ്റുകളെയും എങ്ങനെ അവർ ജീവിച്ചതെന്ന്? ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മളെ പെണ്ണുങ്ങളുടെ മാതൃക റോൾ മോഡൽ പോലും അവരാ. അവർ വസ്ത്രം ധരിക്കുന്ന അങ്ങനെയാണ്. ഓരോ സിനിമയിലും വരുന്ന ചുരിദാർ അതിനനുസരിച്ച് തന്നെ ഷോപ്പിലും വരും അതിൻ്റെ പേര്, അല്ലേ? ഇതൊക്കെ കൊടുക്കാനോ കിഴങ്ങന്മാരായ ഭർത്താക്കന്മാരും. ഓല് പള്ളിയിലുണ്ടാവും. ഇതൊക്കെട്ടുള്ളൂ നിങ്ങൾ ഖുർആൻ പറഞ്ഞത്. അല്ലദീന കഫറു, അള്ളാഹുവിന്റെ നന്ദി കെട്ട ആളുകൾ, യതമത്തഊൻ, അവർ സുഖിക്കുകയാണ്, വയക്കുലൂൻ, എന്താ തീറ്റ, അല്ലേ? ഇനി അടുത്ത പരിപാടി അതാ. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടി, എല്ലാ പെണ്ണുങ്ങളും പുതിയ പുതിയ ഭക്ഷണം കോയിൻ്റെ ഉള്ളിലൊക്കെ മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ കയറ്റണം എന്നാ. ആ കോയി ഇത്രയും കാലത്തെ മുട്ട അതിൻ്റെ ഉള്ളിൽ കയറ്റും. ചിലവര് കടലിൽ നിന്ന് അല്ലാഹു കൊടുത്ത അയില അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെന്തൊക്കെ കയറ്റുക, എന്നിട്ട് അത് കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുക. മെയിൻ പണി അതാ. അള്ളാഹുയിട്ട് അടുക്കണില്ല, കോളോർത്തേക്കാന്ന പേര്. നിങ്ങൾ എന്താ പറയുന്നത് അറിയോ? അള്ളാഹ് റസൂൽ പറഞ്ഞില്ലേ, തഹാദു, നിങ്ങൾ ഹദിയ കൊടുക്കണം, തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഹദിയ കൊടുക്കണം. ഹദിയ നിങ്ങളോടുണ്ടോ? ഇപ്പം നിങ്ങൾ 2 കിലോ അയക്കോറ വാങ്ങി, അപ്പം എന്ത് ചെയ്യണം? ഒരു അയക്കോറ പകുതി അയൽപ്പക്കത്തോ കുടുംബക്കാർക്കോ അഞ്ചത്തിക്കോ ഏടത്തിക്കോ കൊടുത്തോളി. അത് മുഴുവൻ ഉണ്ടാക്കി അതിൻ്റെ മുള്ളിൽ മുഴുവൻ പലതും നിറച്ച് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പവർ കാണിക്കേണ്ട കേട്ടോ. അപ്പോഴോ എൻ്റെ മനസ്സിൽ മുഴുവൻ കിബറ വരിക. ചില പെണ്ണുങ്ങളാണെങ്കിൽ പറയും ചെയ്യും, ഓളുണ്ടല്ലോ ഉണ്ടാക്കിയ ഭക്ഷണം വല്ലാത്ത ടേസ്റ്റാണ്, അത് കൂടി പറഞ്ഞാൽ വൃത്തിയായി. പഠിച്ചോനെ ഓള് കഫൻ ചെയ്താണല്ലോ മയ്യത്ത്. എന്താ കഫൻ ചെയ്യൽ ആരും പറയല്ല ഉണ്ടോ? ചിലവരൊക്കെ മയ്യത്ത് കഫൻ ചെയ്താലും കാണാം തല അങ്ങോട്ടും കാലും ഇങ്ങോട്ടും തുണി അങ്ങോട്ടും ഇവിടെയൊക്കെ മാറിപ്പോവും. കാരണം അതൊന്നും അറിയില്ല, ഒന്നും പഠിച്ചില്ല. പോട്ടെ. അപ്പം എന്താ പറഞ്ഞത്? യതമത്തഊൻ, സുഖിക്കുന്നു, വയക്കുലൂൻ, തിന്നുന്നു. ഉണ്ടോ? അല്ലാഹ് പറയാ ഏതുപോലെ? കമാ തഅകുൽ അൻആം, നാൽക്കാലികൾ തിന്നത് പോലെ. ഖുർആൻ പറഞ്ഞ വാക്കേ. നാൽക്കാലികളെ പോലെ തിന്നുന്നു, സുഖിക്കുന്നു. നാൽക്കാലികൾക്കുണ്ടോ സുഖിക്കുന്നതിന് ഹലാലും ഹറാമും ഉണ്ടോ? തിന്നുന്നതിന് ഹലാലും ഹറാമുണ്ടോ? മനുഷ്യൻക്കാകെ വേണ്ടേ? എങ്കിലല്ലേ അള്ളാന്റെ കബറിടത്തിലേക്ക് പോയി കിടക്കാൻ കഴിയുള്ളൂ. ആ ചിന്ത പോലും ഉണ്ടാവില്ല. രോഗവും പ്രശ്നങ്ങളൊക്കെ വന്നാലോ, പഠിച്ചോനെ അല്ലാ മൗലവിനോടും ദ്വാരക്കാൻ പറയും പള്ളിക്കൊന്ന് വെള്ളിയാഴ്ച. ഞാൻ ഇവിടെ ദ്വാരുന്ന അല്ലാണ്ട് കേൾക്കാൻ കുത്തിരിക്കല്ലേ. അല്ലാക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമ്മളമ്മ മരിച്ചു, നമ്മളെ ബാപ്പ മരിച്ചു, എങ്ങനെ ജീവിച്ച എൻ്റെ ബാപ്പയും ഇന്നും അത് ആലോചിക്കുക. എൻ്റെ അമ്മയും ബാപ്പയും ജീവിച്ച നാൾ പറയും, നിങ്ങൾ ഇങ്ങനെ നാക്കാലികളെ പോലെ ജീവിക്കല്ല, നിങ്ങൾ അള്ളാഹിനോട് അടുക്ക് എന്ന് പറയണ്ടേ? പ്രായമുള്ള മാതാപിതാക്കൾ പുരയിലുണ്ടായ മക്കളോട് പറയില്ല. കാരണം എന്താ? ചെലവ് മക്കളുടെ. അപ്പം ഉണ്ടാനും വയ്യ. അപ്പം മാതാപിതാക്കൾക്ക് ഉണ്ടാൻ വയ്യ. മക്കളാ ചെലവ് കൊടുക്കുന്നത്. ഓൻ ചെറുതാണ് അമ്മയത്തെ ഇവൻ്റെ ബാപ്പ പറഞ്ഞെന്താ അറിയോ? ഞാൻ പറഞ്ഞ പോലെ നടന്നോളണം, ഞാനാ തിന്നാൻ തരുന്നത്. അപ്പം ഇവനെ പഠിപ്പിച്ചാൽ തിന്നാൻ തരുന്ന പോലെ അനുസരിച്ചോളണം എന്നാ ബാപ്പ പഠിപ്പിച്ച്. ബാപ്പക്ക് വയസ്സായി, ഇവൻ തിന്നാൻ കൊടുക്കൽ തുടങ്ങി. അപ്പം ഇവൻ പറഞ്ഞു തുടങ്ങിയത് ഞാനാ തിന്നാൻ തരുന്നത്, മര്യാദ കുത്തുന്നുണ്ട്. അതുകൊണ്ട് മര്യാദ കുത്തിക്കാനുള്ള പോലത്തെ വയസ്സന്മാരും വയസ്സത്തിയുള്ളൂ, മുണ്ടല്ല. മക്കളോടൊന്നും പറഞ്ഞിട്ടോ, ഓലെ വെറുപ്പിക്കണ്ടേ. ഓലെ വെറുപ്പിച്ചാൽ പിന്നെ ഓല് പോവും. അല്ലാണ്ട് തന്നെ പോകാൻ നിൽക്കുക. മോങ്ങാൻ നിൽക്കണ നായിയാണ്, അതിൻ്റെ മുകളിൽ തേയും കൂടി വീണാലോ. അതാണ് അവസ്ഥ എല്ലാവരുടെയും. നമ്മളിപ്പോൾ ഒരാളെ മാത്രം പറയണ്ട, എല്ലാവരുടെ വീട്ടിലും, എൻ്റെ വീടടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള മനുഷ്യന്മാരും ഇപ്പോൾ അവസ്ഥ അതാ, അല്ലേ? അപ്പം അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് കമാ തഅകുൽ അൻആം. ഇപ്പം എന്തൊക്കെയാ പറഞ്ഞ്? സുഖിക്കുന്നു, നല്ലോണം തിന്നുന്നു. എന്തെല്ലാം തരം ഫുഡാണ്, അല്ലേ? എല്ലാ ഫുഡും കഴിഞ്ഞ ശേഷം വയറ് മുഴുവൻ നിറച്ചതിന് ശേഷം പിന്നെ എന്താ തിന്നല്? പിന്നൊരു പരിപാടി കൊണ്ട് പുഡിങ്, അല്ലേ? എന്താ? എന്നിട്ട് റസൂലിൻ്റെ മേലാ കുറ്റം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റസൂലിനൊരു മധുരം കഴിക്കുന്നു. അത് റസൂലിനൊരു കാരൊക്കെ തിന്നാറുണ്ട്. അതെപ്പോ വയറ് നിറച്ച് തിന്നിട്ടല്ല. നബി ഇന്ന് മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരിച്ച പൊടി കൊണ്ടുണ്ടാക്കിയ പത്തി തിന്നില്ല. അറിയങ്ങൾ ഒരു തരിച്ച പൊടി കൊണ്ട് ഉണ്ടാക്കിയ പത്തി നബി മരിക്കും വരെ തിന്നില്ല. ആ നബിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ലേശം മധുരം തിന്നൽ നബിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് എന്ത് വേണം? പുഡിങ് കഴിക്കണം.
നിങ്ങൾ കഴിച്ചോളിക്കൂട്ടരെ, നിങ്ങളെന്തിനാ റസൂലിന്റെ മേത്തേക്ക് എടുക്കുന്നത്? അല്ല പറഞ്ഞെന്താ അറിയോ? നരകത്തിന്ന് ഈ പുഡിങ് അവിടെ ഉണ്ട്, നിങ്ങൾക്കറിയില്ലേ? ഖുർആനിൽ അല്ല പറയുന്നുണ്ട്, നരകത്തിൽ കയറിയ ആളുകൾക്ക് അല്ല കൊടുക്കുന്ന പുഡിങ്ങിനെ പറ്റി എന്താ പറഞ്ഞ അറിയോ? ഇല്ലാ ഹമീമം വഗസാഖ. 2 തരം പുഡിങ്ങാ. ഒന്ന് പല വീടിന്റെ മുകളിൽ എഴുതിയിട്ടില്ലേ, ഹോട്ട് ആൻഡ് കോൾഡ് അല്ലേ? ഓരോരോ സർവത്തൊക്കെ വെക്കുന്ന വീടിന്റെ മുകളിൽ കാണാം അല്ലേ? ഹോട്ട് ആൻഡ് കൂൾ ആയിക്കോട്ടെ, അവിടെയുണ്ട് ഹോട്ടും കൂളും. എന്താ? ഇല്ലാ ഹമീമൻ. അതേതാ? നരകത്തിൽ പ്രവേശിച്ച പാപികളുടെ ശരീരത്തിൽ നിന്ന് ഉരുകി വരുന്ന ചലവും രക്തവും തിളപ്പിച്ചത്, അതാണ് ഒരു പുഡിങ്. ഇനിയോ ഒസാക്ക, അത് തന്നെ തണുപ്പിച്ചത് ഉണ്ടാവും. എന്നാലോ അത് കുടിക്കാൻ അതിനും ശ്രമിക്കും. കാരണം അതെങ്കിലും അത് നിങ്ങൾ കണ്ടില്ലേ, ചില സ്ഥലത്തൊക്കെ പ്ലെയിനൊക്കെ മറിഞ്ഞു വീണാൽ എല്ലാവരും മരിച്ചിട്ടുണ്ടാവില്ല, ഒരാൾ മരിച്ചിട്ടുണ്ടാവും, ബാക്കി 2 ആൾ മരിച്ചില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്ടാവുക? ഈ മരിക്കാത്ത 2 ആളും മരിച്ചുപോയ ആളുകളുടെ ദുർഗന്ധം വമിക്കുന്ന ശരീരം കാർന്നു നിന്നു. അതല്ല പറഞ്ഞത്. ഇത്തരം ആളുകൾക്ക് നരകത്തുനിന്ന് ഈ പുഡിങ് കൊടുക്കുമ്പോൾ ചീഞ്ഞാറിയ റസൂലുള്ള പറഞ്ഞ ഹമീമിനെയും ഒസാക്കിനെയും നബി വിശദീകരിച്ചതെന്ന് വെച്ചാൽ, ഒരൊറ്റ വക്കറ്റ് ഭൂലോകത്ത് വീണാൽ മനുഷ്യന്മാർക്ക് ഭൂലോകത്ത് ഈ അണ്ടകടാഹത്തിൽ സുഗന്ധം ഉണ്ടാവില്ല, ദുർഗന്ധം കൊണ്ട് സഹിക്കാൻ കഴിയില്ല, മരിച്ചു. അജാതി ദുർഗന്ധ അതിന്, ഹമീമിനും ഒസാക്കിനും. അപ്പൊ ഈ മുഴുവൻ തിന്ന് പള്ള നിറച്ച് നിന്നിട്ട് അതിൻ്റെ, അത് മാത്രമല്ല, അത് തിന്നണതിന് ഒരു രൂപമുണ്ട് അല്ലേ? ഇപ്പൊ എല്ലാവരും ഇവിടെ കുത്തുന്നാൽ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ മേശ തിരിയാണ്. മുമ്പൊക്കെ നമ്മൾ കൈ നീണ്ടിയെടുക്കുക. ഇപ്പം നമ്മൾ കൈ നീട്ടണ്ട, നമ്മൾ തിരിച്ചാൽ മതി. മുമ്പ് ഒരു കരലൊക്കെ ഒരു ഇതില്ലേ, കരലക്കൻ്റെ ഒരു തട്ട് ഇങ്ങനെ ആണി വെച്ചിട്ടുള്ള, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടേ. അപ്പം അതിങ്ങനെ കൃകൃറിഞ്ഞ് പോകും അല്ലേ? അപ്പം ചിലപ്പം 5 ദിവസം കൊടുത്താൽ 10 കരലൊക്കെ കിട്ടും അല്ലേ? അതുപോലത്തെ ഒരു മേശൻ ഇങ്ങനെ തിരിയും. അപ്പം എനിക്ക് വേണ്ട എന്താ വേണ്ടത് വെച്ചാൽ അതിങ്ങനെ തിരിച്ചാൽ മതി, എൻ്റെ കൈ പോലും പോകണ്ട. ഇതൊക്കെ നിങ്ങൾ ഒരുക്കിക്കോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നീ റബ്ബുമായി അടുക്കാണ്ടെയാണ് ഇതൊക്കെ ചെയ്തെങ്കിണ്ടല്ലോ. അല്ല പറയാ വന്നാറു മസ്വല്ലഹും, നിന്റെ അഭയകേന്ദ്രം നരകമാണ്, മറക്കണ്ട. എല്ലാ സുഖവും നീ ആസ്വദിച്ചോ. ഒരിക്കലും അള്ളാഹു എന്തില്ല, അള്ളാഹു ഭൂമിയിൽ നൽകിയ ഒരു അനുഗ്രഹവും ഉപയോഗിക്കണ്ട എന്നുള്ള പറഞ്ഞില്ല. ഏത്? അള്ള നൽകിയ സീനത്തിന് അലങ്കാര വസ്തുക്കളെ ഹറാമാക്കാൻ ആർക്കും അധികാരമില്ല കേട്ടോ. അത് അള്ളാഹ് ഖുർആനിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം ഈ അലങ്കാര വസ്തുക്കളുടെ പിന്നാലെ പോയിട്ട് അള്ളാഹുമായി അടുക്കാൻ കഴിയാതെ അത് കഴിയാണ്ടാവും. കാരണം ഇബ്ലീസ് സമ്മതിക്കൂല, അത്രമാത്രം ഇബ്ലീസ് നമ്മളിൽ ഇടപെടും. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക, നാളെ പരലോകത്തേക്ക് പോണതിന് മുമ്പ്. അപ്പൊ നമ്മളെന്താ പഠിക്കുന്ന അറിയോ? ഒരിക്കൽ റസൂലുള്ളാഹിനോട് വന്നിട്ട് സഹാബിയോൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലെ, അയ്യുന്നാസി ഖൈർ, ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല ആളാരാണ്? നബി പറയുകയാണ് അതിന്റെ മറുപടി, മൻ താല ഉംറുഹു, ആർക്കാണോ അള്ളാഹു കൂടുതൽ ആയുസ് കൊടുത്തത്, വഹസുന അമലുഹു, അവന്റെ പ്രവർത്തനം, അവൻ കിട്ടിയ ആയുസ്സിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവരാരോ അവരാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യൻ. ആയുസ് കിട്ടി, ആ കിട്ടിയ സമയമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, തൻ്റെ മയ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അയ്യുന്നാസി ഷർ, ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആരാ ഭൂമിയിൽ? റസൂൽ പറയാ മറുപടി, മൻ താല ഉംറുഹു, ഒരുപാട് കാലം ജീവിച്ചു, വസാ അമലുഹു, അവന്റെ പ്രവർത്തനം മുഴുവൻ തോന്നിയാസിൻ്റെതാ, തമ്മാടിയതായി, അവനാണ് ഏറ്റവും മോശപ്പെട്ടത്. അപ്പം നമ്മുടെ ജീവിതം അള്ളാഹു നൽകിയ ആരോഗ്യവും നമ്മളുടെ സമയവും പരമാവധി അള്ളാഹുവിന് വേണ്ടി, നമ്മുടെ ഖബറിടത്തിന് വേണ്ടി, നമ്മുടെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഒരുക്കുക. യാത്രാ സമയത്ത് അള്ളാഹു തൃപ്തിപ്പെടും വിധം ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പകർത്തണമെന്ന്
എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിടത്തിരിക്കുമ്പോൾ, മദീനയിലെ പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ, രാവിലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആ വഴി കടന്നു വന്നു. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ ആരോഗ്യം പോയ കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ദീനിനോട് വലിയ പ്രതിബദ്ധതയുള്ള ചില ആൾക്കാർ ചെറുപ്പക്കാരായ ആളുകളെ കാണുമ്പോൾ, നല്ല ആരോഗ്യമുള്ള കിടുകിടുത്ത ബാല്യമുള്ളവരെ കാണുമ്പം ആരോഗ്യം പോയാലും പറയുന്നത്, ഓൻ്റെ ആരോഗ്യം ഇപ്പം എന്തിനാ പറ്റുക, ഒരൊറ്റ പനി വന്നാൽ തീർന്നുപോലേ. അങ്ങനെയല്ലേ ഞാൻ എൻ്റെതും, അന്ന് ഈ പറഞ്ഞില്ലോ എൻ്റെതൊരു പനി കഴിഞ്ഞാൽ വന്നാൽ പോകുന്നു. അന്ന് ജി അതെല്ലാം ഉപയോഗിച്ച് അല്ലേ. ഇപ്പം ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നല്ല കുട്ടികളാട്ടോ, നല്ല ചെറുപ്പക്കാരുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അപ്പോൾ എങ്ങനെ ഹദീസ് വന്നാ, ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസ് കാണാം, ദീ ജൽദിൻ വ ഖുവ്വ, നല്ല ആരോഗ്യമുള്ള കുവ്വത്തുള്ള സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പം സഹാബികൾ പറഞ്ഞു, വൈഹാര, ഇതൊക്കെ നാശത്തിനല്ല ഈ ആരോഗ്യം മുഴുവൻ, ഈ ആരോഗ്യം മുഴുവൻ അവനെ നശിപ്പിക്കുക എന്ന് ചില സഹാബികൾ പറഞ്ഞു. എന്താ കാരണം? ലൗകാന ശബാബുഹു വ ജിൽദുഹു ഫീ സബീലില്ലാ, അവനെങ്ങാനും അവൻ്റെ ആരോഗ്യവും അവൻ്റെ ശരീരഘടനയുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അത് അവനക്ക് നാശാവൂലേ എന്ന് സഹാബികൾ പറഞ്ഞു. ഫഖാല റസൂൽ അപ്പം പറഞ്ഞു, ലാ തഖൂലു ഹാദാ, ഇങ്ങനെ നിങ്ങൾ സംസാരിക്കരുത്. റസൂലുള്ളാഹിന്റെ മറുപടി വെക്കണം. ഇവിടെയാണ് വിഷയം. നിങ്ങൾ ഇങ്ങനെ പറയരുത്. കാരണം എന്താ? ഫൈന്നഹു ഇൻ കാന യസ്ആ അലാ നഫ്സിഹി ലിയകുഫഹ അനിൽ മസ്അലതി യുഗിഹ അനൻ നാസ് ഫഹുവ ഫീ സബീലില്ലാ. അദ്ദേഹം രാവിലെ തന്നെ ഇറങ്ങിയത് മറ്റുള്ളവരുടെ മുമ്പിൽ ബാപ്പയുടെ അടുത്തോ അമ്മൻ്റെ അടുത്തോ ഒന്നും യാചിക്കാതെ, ആരോടും ഒരു പൈസ പോലും ചോദിക്കാതെ, ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കാനാണ് അവൻ ഇറങ്ങിയതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ, ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ. എന്താ പറഞ്ഞ്? രാവിലെ ജോലിക്ക് പോവുക, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ വേണ്ടി. അത് അള്ളാഹുവിൻ്റെ ദീനാണല്ലോ. അങ്ങനെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള, അവനും അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. എന്നിട്ടോ വൈൻകാന യസ്ആ അലാ അബവൈഹി ലഈഫൈൻ, ഇനി അവൻ അധ്വാനിക്കാൻ രാവിലെ തന്നെ ഇറങ്ങിയത് അവൻ്റെ ആരോഗ്യം കൊണ്ട് അവൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, അവ ദുരിയത്തിൽ ലിയാഫ്, അല്ലെങ്കിൽ അവൻ്റെ ചെറിയ മക്കളെ സംരക്ഷിക്കാനാണ് പോകുന്നതെങ്കിലോ രാവിലെ, ഫഹുവ ഫീ സബീലില്ലാ, അവനും അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. അപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കലും അള്ളാഹിൻ്റെ മാർഗമാണല്ലോ. സ്വന്തം മക്കളെ പോറ്റലും. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ മക്കളുണ്ടാവും, 5 പൈസ ചെലവിന് കൊടുക്കൂല, എന്നിട്ട് ഭാര്യ പലയിടത്തും പണിക്ക് പോവുക, എന്നിട്ട് ഇബ്ബനവിടെ പുറകെ കുത്തിരിക്കുക. അങ്ങനത്തെ എത്ര ഭർത്താക്കന്മാരുണ്ട് അവർ. ഒരിക്കൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുന്നൊരു ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പം അദ്ദേഹം വരുന്നവനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. ഈസാ നബിൻ്റെ ചോദ്യമാണ്. ആ വെറുതെ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങളെങ്ങനെ ജീവിക്കുന്നു ചോദിച്ചു ഈസാ നബി. എൻ്റെ ജ്യേഷ്ഠനുണ്ട് അഹ്, അവൻ പണിക്ക് പോകാറുണ്ട്, ഓൻ എന്നെ പോറ്റുണ്ട്. അപ്പം ഈസാ നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. ഈസാ നബി പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠൻ സ്വർഗം കൊണ്ടുപോയി, നിനക്ക് നരകമാണ്. അങ്ങനെയുണ്ട്. കാരണം ചില ആൾക്കാർ അങ്ങനെ ഭാര്യ കൊണ്ട് പണിപ്പിച്ച് തിന്നുക, എന്നിട്ട് ഇപ്പം പാൻറ്റും ഷർട്ടും ഒക്കെ മാറ്റി അങ്ങനെ നടക്കുക. ചിലവർക്ക് സ്കൂട്ടറും ഉണ്ടാവും, അതിൻ്റെ പെട്രോളിൻ്റെ ഏച്ചി കൂടി ഇപ്പം ഇവള് കൊടുക്കണം. ആരാൻ്റെ പുരയിലെ പാത്രം കഴിഞ്ഞിട്ടാണ് ഓൾ തിന്നാൻ തരുന്നത്. അങ്ങനത്തെ എത്ര വീടുണ്ട് അറിയാൾ അല്ലേ? ഇതൊന്നും ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമോ? വല്ലാത്ത ഗതികേടല്ലേ? ഞാൻ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, ഒയിൻകാന യസ്ആ അലാ അബവൈഹി ലഈഫൈൻ, ദുർബലരായ കഷ്ടപ്പെടുന്ന തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, ഔ ദുരിയത്തിൽ ലിയാഫ്, അല്ലെങ്കിൽ ചെറിയ പിഞ്ചു മക്കളെ നോക്കാൻ വേണ്ടിയാണ് പോയതെങ്കിലോ രാവിലെ തന്നെ, അപ്പോൾ അവൻ്റെ ആരോഗ്യം അവൻ അതിനാണ് ഉപയോഗിച്ചെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ, അതും അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള പണിയാണ് അല്ലേ? ഇപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ കുറേ കുട്ടികൾ പോയില്ലേ, ആരെ പോറ്റാനാ? പ്രായം ചെന്ന മാതാപിതാക്കളെ, ഭാര്യനെ, മക്കളൊക്കെ പോറ്റാനാ. ഇതൊക്കെ ഫീ സബീലില്ലാ. പക്ഷെ അവനക്ക് എന്ത് വേണം? ഈമാൻ ഉണ്ടാകണേ, അള്ളാഹിൻ്റെ ദീനിലുണ്ടാവണം. എങ്കിൽ ഇതൊക്കെ അവനക്ക് നല്ല പരലോകത്തേക്ക്. ഇനി അള്ളാഹിൻ്റെ റസൂൽ പറയാം അതിൻ്റെ അവസാനം, ആ
ഹദീസിന്റെ അവസാനം പറയാം, വൈൻകാന യസ്ആ തുഫാഹിറു ഔ തുക്കാസു. ഒന്നുകിൽ അവന്റെ ഫഹ്റ് കാണിക്കാൻ, അല്ലെ, അവന്റെ സിക്സ് പാക്ക് കാണിക്കാൻ രാവിലെ തന്നെ ഇറങ്ങുക. കണ്ടില്ലേ ഞങ്ങൾ ചില ചെറുപ്പക്കാർ ഒരു ബുള്ളറ്റും ഒരു ടീഷർട്ടും ഒരു ട്രൗസറും. ഇത് ഫഹ്റിനാ, എൻ്റെ ആരോഗ്യം കണ്ടടാ. ഇത് ഏതെങ്കിലും പെൺകുട്ടികളെ വളക്കാൻ ഇതിനൊക്കെ ഇറങ്ങലുണ്ട്. ഒരു ബുള്ളറ്റും ഒരു ടീഷർട്ടും, അല്ലേ, ഒരു പ്രത്യേക പാൻറ് അല്ലെങ്കിൽ ട്രൗസർ, ഇതൊക്കെ ഇത് നടക്കുക. അതാ പറഞ്ഞത്, രാവിലെ തന്നെ അവൻ ഇറങ്ങിയത് വൈൻകാന യസ്ആ തുഫാഹിറൻ ഔ തുക്കാസുറൻ. ഓന്റെ പെരുമ കാണിക്കാൻ, ഞാനൊക്കെ അത്ര പൈസ ഉണ്ടാക്കിയാണ്, അത് കാണിക്കാനാണ് വന്നതെങ്കിൽ ഫഹുവ ഫീ സബീൽ ശൈത്താൻ, അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. ഇതുവരെ പറഞ്ഞു ഫീ സബീലില്ല, ഇപ്പൊ പറഞ്ഞതോ ഫീ സബീൽ ശൈത്താൻ. നമ്മളെ വലിപ്പം കാണിക്കാൻ, അങ്ങനല്ല ഞാൻ നല്ല ആരോഗ്യവാനാണ്, അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർ ഇങ്ങനെ ബനിയനൊന്നും കൈയൊന്നും ഇങ്ങോട്ടാക്കൂല, കാരണം എൻ്റെ മസിൽ പവർ കാണണം. എന്നിട്ട് മറ്റവനക്ക് പേടിയാണ്, തൊട്ടടുത്തുള്ളവനക്ക്, ഓനെ പേടിപ്പിക്കാൻ നടക്കുക. നേരെ മറിച്ച് ഇപ്പം ചില ആൾക്കാരൊക്കെ രാവിലെ നീച്ചെടുക്കാൻ കഴിയാതെ കാലം വന്നപ്പോൾ നടക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഐറ്റിങ്ങൾ ടൗസർ എന്തിട്ട് നടന്നോട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്. ഈ ചെറുപ്പക്കാർ കുറേ കുട്ടികളുണ്ട് മസിൽ കാണിക്കാൻ വേണ്ടി ഇറങ്ങണേ, അല്ലേ. എന്നാലോ ഒരു ഉപകാരം പുരക്കും ഉണ്ടാവില്ല, ഭാര്യക്കും ഉണ്ടാവില്ല, മക്കൾക്കും ഉണ്ടാവില്ല, കുടുംബത്തിനുണ്ടാവില്ല. ഉള്ള പണ്ട മുഴുവൻ വിറ്റ് തിന്നും ചെയ്യും. ചവറ് പോലത്തെ ചെറുപ്പക്കാർ, ഓനെവിടെ ഉള്ളത് ഫീ സബീൽ ശൈത്താൻ, അല്ലേ. ഏതായിരുന്നാലും ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനുമുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, മരിക്കുന്നതിന് മുമ്പ് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതി എത്തുമ്പോൾ എന്തെല്ലാം തോന്നിവാസങ്ങളാണോ ആരോഗ്യം കൊണ്ട് ചെയ്തത്. ചിലവർ കള്ളുടിക്കുകയാണ്, ചിലവർ MDMA ആണ്, ചില ആൾക്കാർ വ്യഭിചാരാണ്, 24 മണിക്കൂറും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലേ. അതൊക്കെ വലിയ മാനാണ്. അത്തരം ആളുകളെ അള്ളാഹു ഖുർആനിൽ പറയാണ്. നമ്മളൊക്കെ ചെറിയ സൂറത്ത് മുൽക്കിൽ ഓതാറില്ലേ, കുല്ലമാ ഉൽക്കിയ ഫിഹ ഫൗജുൻ, ഓരോ ഫൗജുകളെയും നരകത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കൊണ്ട് എറിയപ്പെടുമ്പോൾ അങ്ങോട്ട് കൊണ്ടേ തട്ടുക നരകത്തിലേക്ക്. ഫൗജ് പറഞ്ഞ ഓരോ ഫൗജ, ഒന്ന് കള്ളുടിയന്റെ ഫൗജാണ്, ഒന്ന് ബെബിജാരിന്റെ ഫൗജാണ്, ഒന്ന് പലിശക്കാരനാണ്, ഒന്ന് കൊലയാളിയാണ്, ഒരാൾ കൊള്ളക്കാരനാണ്. അങ്ങനെയൊക്കെ ജീവിച്ച് തമ്മാടിയായി ജീവിച്ച് മരിച്ചുപോയ ഇവനെ നരകത്ത് കൊണ്ടുവന്ന് തട്ടുമ്പോൾ എന്താണുള്ളത്? അള്ളാഹു ചോദിക്കുവനോട്, ഈ തട്ടുന്ന സമയത്ത് അവിടെ മലക്കുകൾ ഉണ്ടാവും. അവർ ചോദിക്കും, അലം യഅ്തികും നദീർ, ഇങ്ങനൊരു നരകത്തെക്കുറിച്ച് താക്കീ നൽകാൻ ആരും വന്നിട്ടില്ലായിരുന്നോ? ആരും പറഞ്ഞിട്ടില്ലായിരുന്നോ? അലം യഅ്തികും നദീർ ഖാലു, അവർ പറയുന്നു, ബലാ, തീർച്ചയായും വന്നു, ഖദ് ജാഅനാ നദീർ, താക്കീതുകാരൊക്കെ വന്നു. പിന്നെ ഫകദബ്ന, ആ വാക്കുകളൊക്കെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു, അതൊന്നും നിങ്ങൾ കേട്ടില്ല. വഖുൽന, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല, ഇതൊക്കെ മൗലിയമാരെ വർത്താനാണ്, ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല, ശാസ്ത്രം തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ് മരണാന്തരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞു. ഇപ്പോഴോ എന്നിട്ട് പറയാണെന്ത്? ഇന്നൻതും ഇല്ലാ ഫീ ലലാലിൻ കബീർ, അപ്പം നിങ്ങൾ എന്തിൽപ്പെട്ടു? വളരെ മോശമായ ജീവിതത്തിലേക്ക് പെട്ടു. എന്നിട്ട് പറയാ, വഖാലു, അവർ ആ നരകത്തിന് പറഞ്ഞു കേട്ടുള്ളത്, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ലൗ കുന്നാ നസ്മഉ, ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഖിലു, അല്ലെങ്കിൽ പറയുന്നു എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ ജ്വലിക്കുന്ന നരകത്തിൽ പെടില്ലായിരുന്നല്ലോ എന്ന് അവിടുന്ന് വിലപിക്കും. അപ്പൊ വിലാപം പല രൂപത്തിലാണ്. മരിക്കുന്ന സമയത്തുണ്ട്, പരലോകത്തുന്നുണ്ട്, നരകത്തുന്നുണ്ട്, ഒരുപാട് വിലാപങ്ങളുണ്ട് കേട്ടോ. നന്ദി കെട്ട് ജീവിക്കരുത്, ശ്രദ്ധിക്കുക. ആണും പെണ്ണും വാക്കുകൾ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പ് അങ്ങനെ ഉണ്ടല്ലോ ചിലവര് തെറ്റൊക്കെ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫഅ്തറഫൂ ബിദംബിഹിം, കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, മാപ്പ് സാക്ഷിയാക്കും. അല്ലാഹ് ഇവിടുന്ന് കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും. കൊലപാതകത്തിനൊക്കെ അല്ലേ, ചിലപ്പോൾ എന്ത് ചെയ്യും? മാപ്പ് സാക്ഷിയാക്കും. അല്ലാഹ് പറയാണ്, ഫസുഖൻ ലി അസ്ഹാബി സഈർ, നരകത്തിന്റെ അവകാശികൾ പോകണം വിദൂരം, ഓൽക്കൊരു മാപ്പ് സാക്ഷിയില്ല. അവിടുന്ന് വിളിച്ച് പടച്ചോനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ കള്ളുടിച്ചു, ഞാൻ അങ്ങനെ പലിശക്ക് കൊടുത്തു, ഇന്നോനെ കൊന്നു, ഇതൊക്കെ വിളിച്ചു തരേണ്ട ഒരു കാര്യമില്ല. ഏതായിരുന്നാലും ഒരു ചിന്ത നമ്മളുടെ ഭാഗത്ത് നിന്ന് ജീവിതത്തെക്കുറിച്ച് ഉണ്ടാവണം. നമുക്ക് അല്ലാഹു തആല നൽകിയ ആരോഗ്യം എത്രയെങ്കിലും ചെറിയ ശതമാനമെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി ഉപയോഗിച്ച എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഞാനടക്കമുള്ള എല്ലാവരും അതേപ്പറ്റി ചിന്തിച്ച് അങ്ങനെ ഘട്ടം ഘട്ടമായി അല്ലാഹുവിലേക്ക് അടുക്കുക. അടുത്താൽ
പ്രായം വരുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രയാസവേളകളിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ പ്രയാസവേളകൾ ഇല്ലാത്ത വിധം തന്നെ യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫയല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം കച്ചവടങ്ങളിലും ജോലികളിലും വ്യവസായങ്ങളിലും എല്ലാം തന്നെ അള്ളാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം മുഴുവൻ പരമാവധി അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന മുത്തഖ്യങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.